ആരോടും വെളിപ്പെടുത്താൻ പറ്റാതെ നിമിഷങ്ങൾ വെണ്ണീറായി ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുമ്പോൾ ആശ്രയം കണ്ടെത്താൻ ശ്രമിച്ചൊരു തുരുത്ത്. അതായിരുന്നു നിനക്ക് മരണം. ആരോടും, ഒന്നിനോടും, എന്തിന്, നിന്നോട് പോലും നിനക്ക് ആൻസറബിൾ ആകേണ്ടി വന്നില്ല. പക്ഷെ എന്തിന്? സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ചില സമയത്ത് ഉത്തരങ്ങൾ നമ്മളെ തേടി വരില്ല. ചോദ്യത്തിന്റെ അഗാധമായ ഗർത്തങ്ങളിലേക്ക് നമ്മൾ വീണുപോയേക്കാം. രക്ഷപ്പെടാൻ പിടിവള്ളി കിട്ടുന്നവർ മാത്രം തിരിച്ചു പിടിച്ചേക്കാം, അല്ലാത്തവർ മാഞ്ഞു പോയേക്കാം. തുറന്ന് സംസാരിക്കാൻ ആരുമില്ലാത്തവരാണോ? അതോ കുറ്റപ്പെടുത്തലുകളെയും കേട്ടുമടുത്ത ഉപദേശങ്ങളെയും ഭയക്കുന്നവരാണോ സ്വയം വേണ്ട എന്ന് തീരുമാനിക്കുന്നത്? കുറ്റപ്പെടുത്തലുകളെ ഭയന്ന് വെപ്രാളം പിടിച്ചായിരിക്കും മിക്ക ആത്മഹത്യകളും നടന്നിട്ടുണ്ടാകുക. ചുറ്റുമുള്ളവരുടെ വിചാരണ നേടാനുള്ള ആത്മധൈര്യക്കുറവും അതിലൊക്കെ ഉപരിയായി എനിക്ക് വേണ്ടി ഞാൻ വാദിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് നമ്മളോട് തന്നെ നൽകാൻ പറ്റാത്തത് കൊണ്ടുമായിരിക്കും ഒരുപാട് ദുഃഖത്തോടെ മാത്രം സ്വയം അവസാനിപ്പിക്കേണ്ടി വരുന്നത്. ചിന്താധാരകളിൽ കറുപ്പ് മൂടിയാൽ ഒരു ഉത്തരം മാത്രം ബാക്കിയാകും: എനിക്കിനി എന്നെ വേണ്ട, എന്നെ ഞാനായി കാണാൻ പറ്റാത്ത സമൂഹത്തിൽ ഇനി ഞാൻ വേണ്ട. അതിലെൻ്റെ കുഞ്ഞും മാതാപിതാക്കളും സഹോദരങ്ങളും ഒന്നും കടന്നു വരില്ല. അപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ നിസ്സഹായാവസ്ഥ മാത്രമായിരിക്കും. നീ നിന്നെ ന്യായീകരിക്കുന്നത് കേൾക്കാൻ ഒരു കാതും, അല്ലെങ്കിൽ പോട്ടെ സാരമില്ല എന്ന് ചേർത്ത് പിടിക്കാൻ ഒരു കരവും നിനക്കപ്പോൾ കിട്ടിക്കാണില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെയും ആ നിമിഷം നിനക്ക് ഓർമ്മ വന്ന് കാണില്ല. എല്ലാവരും ഉണ്ട് ജീവിതത്തിൽ, എന്നാലും സ്വയം കൈവിട്ട് കളയാൻ തീരുമാനമെടുക്കുന്ന ആ മാറ്റപ്പെട്ട സമയത്ത് ശരിക്കും ഒറ്റയ്ക്കാണ് നീ. മരിച്ചു കഴിയുമ്പം കൂട്ടം ചേർന്ന് പലരും പറയും, അവൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന്. ചുറ്റുമുള്ള പലരെയും ഓർത്തിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ. ചിലപ്പോഴല്ല, ഉറപ്പായും നിങ്ങളെയൊക്കെ തന്നെ പേടിച്ചിട്ടായിരിക്കും. നിങ്ങളുടെയൊക്കെ കുറ്റപ്പെടുത്തലുകളെയും വിചാരണകളുടെയും മുന്നിൽ തലകുടിച്ചു തരാനുള്ള ആത്മവിശ്വാസക്കുറവ് കൊണ്ട് തന്നെയാകും ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടാകുക. രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ മനുഷ്യന്മാർ തന്നെയാണല്ലോ. എല്ലാം കൈവിട്ടുപോയി, ഒന്നും ഇനിയും പഴയതുപോലെ ആകില്ല. മുന്നോട്ടുള്ള ജീവിതം ഇരുൾ നിറഞ്ഞതായിരിക്കും എന്ന വിശ്വാസത്തിന്റെ ആധിക്യം കൂടുമ്പോൾ പതിയെ പിൻവാങ്ങലിന്റെ പാതയിൽ എത്തിച്ചേരും. തിരിഞ്ഞു നടക്കാൻ പറ്റിയില്ല എങ്കിൽ ആ പാതയിലെ സഞ്ചാരത്തിന്റെ വേഗത ശക്തി പ്രാപിച്ച് ഒരു ബിന്ദുവിൽ അവസാനിക്കും. ഒരു ജീവന്റെ കൂടെ പൊലിയുന്നത് 1000 സ്വപ്നങ്ങളുടെ ചീട്ടുകൊട്ടാരമാണ്. വിള്ളലുകൾ വന്നിരുന്നു, പക്ഷേ അത് തിരുത്തിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ വിള്ളലുകൾ തിരുത്താൻ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇന്ന് പലരും ഇത് കേൾക്കാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേനെ.